ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു ക്യാരറ്റ് ഹൽവ എങ്ങനെയാണ് വീട്ടിൽ റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇത് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ റെഡിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടും, പ്രത്യേകിച്ച് മധുരം ഇഷ്ടപ്പെടുന്നവർക്ക്. അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള ഈ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കിയെടുക്കാനായിട്ട് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്ന് നോക്കാം. ഇതിലേക്ക് യൂഷ്വലി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിത് ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്തേക്കുന്നത്. കാഷ്നട്ട് വേണം, മുന്തിരിങ്ങ വേണം, പാൽപ്പൊടി, പഞ്ചസാര, ഏലക്ക പൊടിച്ചത്, പാല്, ഇത്രയും സാധനങ്ങൾ മതി. ഇതപ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഒരു പാന് അടുപ്പിൽ വെച്ച് ഞാൻ അതിലേക്കൊരു 3 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ചോപ്പ് ചെയ്തോ ഗ്രേറ്റ് ചെയ്തോ വെച്ചേക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഞാനൊരു ഏകദേശം ഒരു 1-1.25 കിലോ ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ഇതൊരു 10-15 മിനിറ്റ് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് പാൽ ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾ ക്യാരറ്റ് എടുക്കുന്ന അതേ അളവിൽ നിങ്ങൾക്ക് പാലെടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ 1/2 kg ക്യാരറ്റിന് 2 കപ്പോളം പാൽ വെച്ച് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഞാനിതിലേക്ക് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിക്കണം. പാലായതുകൊണ്ട് തിളച്ച് ചാടാതെ നോക്കണം. ഈ സ്റ്റേജിൽ കണ്ടിന്യൂസ് ഇളക്കി കൊടുക്കണമെന്നില്ല, കാരണം ഇത്രയും പാലുണ്ട്, അത് വറ്റി വരാൻ സമയമെടുക്കും. ഇടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി, അന്നേരം അത് തിളച്ച് ചാടത്തില്ല. അങ്ങനെ നമ്മുടെ പാല് ഏകദേശം വറ്റി പകുതിയാകാറാകുമ്പോഴത്തേനും ഞാൻ 1 കപ്പോളം പഞ്ചസാര ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. 1 കപ്പ് ജസ്റ്റ് ഇനഫാണ്. അതൊന്ന് ഇളക്കി എല്ലാം കൊടുത്ത ശേഷം ഞാനിതിലേക്ക് 1.25 ടീസ്പൂണോളം ഏലക്ക പൊടിച്ച് ചേർക്കുന്നുണ്ട്. ഞാൻ ഏലക്കയും പഞ്ചസാരയും കൂടി ഇട്ടാണ് യൂഷ്വലി പൊടിച്ച് വയ്ക്കുന്നത്. അങ്ങനെ 1.25 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആദ്യം കുറച്ച് ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇനി വേണമെന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കാഷ്നട്ടും കിസ്മിസും ഞാൻ ജസ്റ്റ് ഇച്ചിരി നെയ്യിൽ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒത്തിരി അങ്ങ് ബ്രൗൺ ആവണ്ട. 1 ടീസ്പൂണോളം നെയ്യും കൂടെ ഈ ടൈമിൽ ഞാൻ ചേർത്ത് കൊടുക്കുവാണേ. നെയ്യും കൂടി ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കുറച്ചും കൂടി ഒന്ന് വറ്റി വരുമ്പോഴത്തേനും ഞാനിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതുകൂടി ഇട്ട് കൊടുക്കുമ്പം നമുക്ക് റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന അതേ രുചിയിൽ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. പാൽപ്പൊടി ഇല്ലയെന്ന് വിചാരിച്ച് ചെയ്യാതിരിക്കേണ്ട, അല്ലാതെ തന്നെ ഇത് നല്ല രുചിക്ക് നമുക്ക് കിട്ടും. നെയ്യൊക്കെ ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ ഏകദേശം റെഡിയായി. ഇതിൻ്റെ പാലെല്ലാം വറ്റി ഇത് നല്ല സോഫ്റ്റും ഡ്രൈയും ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ ഈസി ആയിട്ട് നമുക്കൊരു ക്യാരറ്റ് ഹൽവ വീട്ടിൽ റെഡിയാക്കി എടുക്കാം. എപ്പോഴെങ്കിലും കഴിക്കണമെന്ന് തോന്നുമ്പം ഒന്ന് ചെയ്ത് നോക്കുക. ക്യാരറ്റും ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ നമ്മുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ളത് തന്നെയാണ്. ഗസ്റ്റൊക്കെ വരുമ്പം നമുക്ക് സ്വീറ്റ് റെഡിയാക്കാനായിട്ട് എളുപ്പത്തിൽ ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇത് സെർവ് ചെയ്യാൻ നേരം ഞാൻ കുറച്ച് വാനില ഐസ്ക്രീമിൻ്റെ കൂടെ സെർവ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. Thank you for watching.